ദീപക്കെ ഇന്നലത്തെ ഹാങ് ഓവറും ഇച്ചിരി കൂടുതലായി പോയി. അത് പിന്നെ എങ്ങനെ? നീ വെള്ളം ചേർക്കാതെ പോലുള്ള അടിയല്ലേ? ഭയങ്കര പെരുപ്പായി പോയി. വിജയമാഷേ, ഈ 10,3500 രൂപയൊക്കെ എങ്ങനെ ഒപ്പിച്ച്? എന്റെ ഒന്നുമില്ലല്ലോ. ഞാൻ ആ സജിയുടെ കയ്യില് എന്റെ ഭാര്യക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാ. അവനെ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവനങ്ങ് വിശ്വസിക്കും. അതാണ്. ഞാനേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സജി വീട്ടിൽ ഇരുന്ന് എന്നെ കൈപൊക്കെ കാണിച്ചായിരുന്നു. ഇപ്പൊ വരുമെന്ന് തോന്നുന്നു. ഞാനങ്ങ് നാണം കിട്ടു വിടാം. അറിയാലോ അവന്റെ നടപ്പും സംസാരവും. നമ്മുടെ രാജുവിന്റെ മോളുടെ അതിന്റെ ആ ഇളയ കൊച്ചിന്റെ 28 ഇവനവിടെ വന്ന് എല്ലാരും ഇവന്റെ തന്നെ നോക്ക്. ഇവന്റെ ഈ നടപ്പൊക്കെ എനിക്ക് ആകെ ബുദ്ധിമുട്ടായി. ഞാൻ പിന്നെ അച്ഛന് ഭക്ഷണം പോലും കഴിക്കാതെ പോയി. ഞാൻ ആലപ്പുഴയ്ക്ക് പോകാനായിട്ട് ബസ്സിൽ കയറിയായിരുന്നു. ബസ്സിൽ കയറിയപ്പോൾ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ തന്നെ ഇവൻ വന്നിരുന്നു. എൻ്റെ ദൈവമേ, കുറച്ച് കോളേജ് കുട്ടികളെല്ലാം കൂടെ തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പൊ ഇവനെ കണ്ട് അങ്ങ് ചിരിക്കുക. ഞാനങ്ങ് വല്ലാതായിപ്പോയി. എന്നിട്ട് ഞാൻ ആലപ്പുഴയ്ക്ക് പോകാൻ പോയതാ. പോയ ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ വാതിൽ ഇറങ്ങേണ്ടി വന്നു. ഈ നാട്ടിലെ ആ പെണ്ണാച്ചിക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ കൂട്ട്. പിന്നെ നമ്മുടെ ഈ പരിപാടിയൊക്കെ നടക്കുമല്ലോ, അതുകൊണ്ടാ. ആള് വരുന്നുണ്ട്. ആള് 2 ജന്മം ഇവനാണോ പെണ്ണ? എന്നെപ്പറ്റി എന്തോ പറഞ്ഞിട്ട് ഞങ്ങളൊന്നും പറയുക. പിന്നെ ചേച്ചിക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട് ആണല്ലേ? ഞാൻ ഒരുപാട് പേടിച്ചു പോയി. കാരണം അറിയാം, നമ്മുടെ ബന്ധുക്കാർക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാമല്ലോ, അച്ഛനോ അമ്മയോ. എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇവക്കെ ഇവനിച്ചിരി വെള്ളോടി കൂടുന്നുണ്ട് കേട്ടോ. അവനങ്ങനെ ഈ വെള്ളം പോലും ചേർക്കാനുള്ള അടിയല്ലേ നീ? എന്തിനാ ജയിച്ച ഇങ്ങനെ കഴിക്കുന്നത്? നീ എന്തായാലും കുറയ്ക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾ വെള്ളോടി നിർത്താൻ ഞാൻ പറഞ്ഞു. അങ്ങനെയൊന്നും പറയാതെ ഞങ്ങൾക്ക് അടിക്കണം. ഞാനൊന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ നവാസിന്റെ കല്യാണം ഇല്ലടാ, നമുക്ക് പോണ്ടേടാ. അത് മറ്റന്നാളെ കല്യാണം. പോണ്ടേ? അപ്പൊ നമുക്ക് പോണമല്ലോ. പ്രത്യേകിച്ച് അവൻ നമ്മളെ വിളിച്ചതാ. പോകാതിരിക്കാൻ പറ്റുമോ? അത് പോണം. അവര് മറ്റന്നാൾ രാവിലെ പോകണം. പക്ഷെ പോകാൻ ഒരുപാട് ചെലവുണ്ടല്ലേടാ. ഉണ്ട്. അത് എത്ര രൂപ വരും? ഇതെങ്ങനെ ഉണ്ടാക്കും എന്തോ അല്ലേ? ചെലവുണ്ട്. നമുക്ക് ആലോചിക്കാം. കൈയ്യണം. ഒരാളെ ചാറാതെ നടക്കാനൊക്കെ കേട്ടോ. മേലെ എന്റെ വീട്ടിൽ കൈവിട്ട് കൊടുത്തു കേട്ടോ. ഒന്ന് വാഴ. ഇതൊക്കെ അവിടെ നിൽക്കേ. എന്തുവാണ് ഇവന്റെ കൂടെ കൂട്ടുകൂടി ഇവിടെ മനുഷ്യൻ ഭയങ്കര നാണക്കെട്ടോ. നാണം കിട്ടവൻ. ആണും പെണ്ണും കിട്ടവൻ. വാഴ മാറി. കല്യാണത്തിന് പോകണമെങ്കിലേ കാശ് 10,20,000 രൂപയാവും. എന്തെങ്കിലും അധികം കാശൊന്നുമില്ല. 10,000, 2,000 രൂപ, 3,000 രൂപ വരെ അങ്ങേറ്റം എടുക്കാൻ പറ്റും. അതിന്റെ അപ്പുറം എന്റെ കാശൊന്നുമില്ല. ഒരു ചിട്ടിക്ക് വെച്ചിരിക്കുന്ന ഒരു 5,000 രൂപയുണ്ട്. ഞാൻ ആ 5,000 രൂപ അങ്ങിടാം. എന്റെ കയ്യിൽ ഒരു 2,000 രൂപ ഞാനത് തന്നേരം. ഇതെല്ലാം കൂടെ 10,000 അല്ലേ ആവുന്നുള്ളൂ. ബാക്കി കാശിനോടൊപ്പം. ദീപക്കെ എടാ, ഞാനൊരു 10 രൂപ തരാടാ. അമ്മക്ക് 2 കമ്മല് മേടിക്കുന്നത് പറഞ്ഞായിരുന്നേ. അടുത്ത മാസം അമ്മയുടെ ജന്മദിനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മയ്ക്കൊരു കമ്മല് മേടിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. ആ 10 രൂപ ഞാൻ മുടക്കാം. നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിച്ച് പോകണ്ടേടാ. നമുക്ക് പോവാം അല്ലേ? നവാസ് നമ്മള് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടല്ലേടാ? സമ്മാനം കൊടുക്കണോടാ. അത് നമ്മൾ ഓരോരുത്തർ സമ്മാനം വാങ്ങി കൊടുക്കണം. അത് എന്തായാലും കൊടുക്കണ്ടേ? പുള്ളി അങ്ങനെയുള്ള മനുഷ്യനാണ്. സമ്മാനം കൊടുക്കണം. കാറേതാ വിളിച്ചത്? കാറ് നമ്മുടെ നൗഷാദിന്റെ കാറ്. നൗഷാദിന്റെ കാറിൽ അങ്ങ് പോയേക്കാം. അതാവുമ്പോ നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ആണ് അവൻ. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് എല്ലാവരും കല്യാണത്തിന് പോകാനായിട്ട് ജംഗ്ഷനിൽ റെഡിയാകുക. ഓക്കെ, നമുക്ക് അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളിക്കാം. അയ്യോ, അപ്പൊ നമുക്ക് നാളെ കേട്ടോ. ഓക്കേടാ. നോക്കിട്ട് 2 പെൺപിള്ളേര് കറക്റ്റ്
രണ്ടും പെണ്ണ്, കറക്റ്റ് രണ്ടും പെണ്ണ്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. അയ്യോ സജി, ഇതെന്തുകൊണ്ടാടാ ഇത്? ഇച്ചിരില്ലാത്ത കുഞ്ഞുകൂടെ ഇരുന്ന് കളിക്കാൻ ഒരു നാണമില്ലേടാ നിനക്ക്? മനുഷ്യൻ നാണൊക്കെ ഉണ്ടാക്കാൻ. മാവന്റെ കൂട്ടുകാരനാ, ചുമ്മാ പറഞ്ഞതാ. ഞാൻ പോവാണ്. പോട്ടെ. നമ്മള് തൃശ്ശൂര് കഴിഞ്ഞ് കക്കാട് കഴിഞ്ഞ് കിഴക്കോട്ട് കുന്നുംപുറം കഴിഞ്ഞ പിന്നെ വേങ്ങരയാണ്. വേങ്ങര എനിക്കൊരു നസീമ ഓഡിറ്റോറിയത്തിലാണെന്ന് തോന്നുന്നു. അന്ന് നമ്മൾ വേങ്ങരയിൽ ചോദിക്കാമല്ലോ അല്ലേ? ഇവിടെ ദീപക് എന്തിയാടാ? ദീപക് ഇപ്പൊ വരും. ആണല്ലേ? പിന്നെ ഞാൻ ഫ്രണ്ടിരിക്കുന്നത്, ഇവന്മാര് പുറകെ മൊത്തം വെള്ളവിടിയായിരിക്കും. ഞാനിതൊന്നും ചെയ്യത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിരിക്കുന്നത്. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഇവിടെ ദീപക് എന്തിയാടാ? ദേ വരുന്നു. ഒന്ന് പാടാ. സജി ഇങ്ങോട്ട് ഇറങ്ങിയ. ഞാൻ ഫ്രണ്ടിലിരിക്കും. പോടാ. ഇങ്ങോട്ട് ഇറങ്ങ സജി. ഇല്ല, ഞാൻ ഫ്രണ്ടിലിരിക്കും. നീയൊക്കെ പുറകിന്ന് കുടിക്കില്ല. ഞാൻ ഇല്ല പോ. ഞാൻ ഫ്രണ്ടിലിരിക്കും. സജി ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞില്ല. ഇല്ല, ഞാൻ ഫ്രണ്ടിലേ ഇരിക്കൂ. നീ പുറകെ ഇരുന്നാ മതി. ഇങ്ങോട്ട് ഇറങ്ങാം. ഓ, അയക്കങ്ങ് മുമ്പ് ഇരിക്കാൻ ചേട്ടാ. ഇരുന്നോ, ഞാൻ പുറകെ ഇരിക്കും. തുറക്കാൻ സുഹൃത്തെ, ആ ഡോറൊന്ന് തുറന്നു കൊടുക്ക്. അയാൾ കല്യാണത്തിന് വേണ്ടതല്ലേ? ഡോറ് തുറക്കുന്നില്ല. ഞങ്ങളെ കല്യാണത്തിന് പോകുന്നുള്ളൂ, അയാൾ വരുന്നില്ല. പിന്നെ നിങ്ങൾ വണ്ടി ഓടിച്ചാൽ മതി, ഡ്രൈവർ അല്ലേ. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. എങ്കിൽ നിങ്ങൾ പോ. നവാസിനോട് എന്ത് പറയും? ഞാൻ മണ്ണിൽ നിനക്ക് വല്ല പനിയോ അസുഖം വല്ലതും ആണെന്ന് ഞങ്ങൾ പറഞ്ഞോളാം. വണ്ടിയുടെ പുറകിൽ എന്റെ സമ്മാനം ഇരിപ്പോൾ കൊടുത്തേക്കണേ. കൊടുക്കാം. അതാണെന്തോ ഒന്ന് കല്യാണ വീട്. നമുക്കൊന്ന് പോയി നോക്കാം.
എങ്ങനെയുണ്ട് വീടൊക്കെ? ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, കൂടുതൽ കൊള്ളാം. ആ, എല്ലാ മുറിയിലും AC ഉണ്ട്, AC അല്ലാത്ത മുറികളും ഉണ്ട്. പിന്നെ നവാസ് പറഞ്ഞിട്ടുണ്ടല്ലോ, വല്ലതും കഴിക്കുമെങ്കിൽ അതൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. നിങ്ങളവിടുത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നവാസ് പറഞ്ഞത് കൊണ്ട് എല്ലാ ആവശ്യത്തിനനുസരിച്ച് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വന്ന ഒരാളുണ്ടായിരുന്നു, അതെന്തി? ഇന്നില്ലേ ഓറായി കിടക്കേ. അത് ശരിയാണ്. കുഴപ്പമില്ല, ഇപ്പൊ എഴുന്നേക്കും. നവാസ് വരുന്നു. അതെ, നവാസ് വരുന്നേ. യാത്രയെല്ലാം സുഖമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ ഇന്നലെ വന്നപ്പോൾ അടിയാന്നാ പോകുന്നു. എല്ലാം കടപ്പ. നവാസെ, പറയുന്നു കൊണ്ടൊന്നും തോന്നരുത്. ആ ആണും പെണ്ണും കെട്ടവനെ ഞങ്ങൾ കൊണ്ടുവന്നില്ല, ഞങ്ങൾ കൊണ്ടുവരത്തില്ല. അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കല്യാണം പോലും ഒരു കോമഡി ആയിക്കൂടാ. എന്തോടാ ഇത്? അപ്പൊ എന്റെ സജിയില്ലാതെ കല്യാണത്തിന് നിങ്ങൾ വന്നു. നാട്ടിൽ തന്നെ അവനെ വേറെ ആരും കൂട്ടത്തൊന്നുമില്ല, ഞങ്ങളൊക്കെ കൂട്ടത്തുള്ളു. അച്ചായ, നാട്ടിൽ തന്നെ ഞങ്ങൾ ഓരോ കല്യാണത്തിന് ഇവനെ കൊണ്ട് പോയാലുണ്ടല്ലോ, നാണം കിട്ടാ തിരിച്ചു വരുന്നു. ഭക്ഷണം പോലും കഴിക്കാതെ തിരിച്ചു പോരുന്നു. ഇവന്റെ ഓരോ ആണും പെണ്ണും കെട്ടത് എന്ത് ചെയ്യാനാണ്? ആ സജിയെ കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ വന്നോ വന്നില്ലയോ എന്നൊക്കെ എത്ര പ്രാവശ്യം എന്നോട് ഫോൺ വിളിച്ച് ചോദിച്ചെന്നറിയാമോ? കഷ്ടമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അവനെ മനസ്സിലാകാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനെ അവനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. കഷ്ടം, ഒന്നും പറയാനില്ല എനിക്ക്. എടാ ദീപക്കെ, ഞാൻ നിങ്ങളെയൊക്കെ പരിചയപ്പെടുന്നത് സജിയിലൂടെയാണ്, അറിയാലോ. എന്നിട്ട് എന്റെ സജിയില്ലാതെ നിങ്ങളൊക്കെ ഈ കല്യാണത്തിന് വന്നു. നിങ്ങൾ പറഞ്ഞല്ലോ അവൻ ആണും പെണ്ണും കെട്ടവനാണെന്ന്. ആണും പെണ്ണും കെട്ടവൻ അവനല്ല, നിങ്ങളാണ്. എന്റെ സജി ഇല്ലാത്ത കല്യാണത്തിന് നിങ്ങൾ ആരും കൂടണമെന്നില്ല. അതൊക്കെ അത് കിടപ്പില്ലേ? അവനെ വിളിച്ചുകൊണ്ട് എല്ലാവരും പറയിക്കണം. നവാസെ, എന്റെ അച്ചായ നിന്റെ വാപ്പയെ കുറിച്ച് പറഞ്ഞത്, നീ വാപ്പയുടെ മകൻ തന്നെ. അല്ലാതെ ഇവരെ പോലെ കൂട്ടുകാരനെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൂട്ടുന്നത്. യുവമാർ ഈ കല്യാണത്തിനുണ്ടെങ്കിൽ ഞാൻ ഇനി കല്യാണത്തിൽ പങ്കെടുക്കില്ല. എനിക്ക് പങ്കെടുക്കാൻ പറ്റുകയില്ല. അപ്പൊ ഗുഡ് ബൈ. ഏതേ വണ്ടി എടുക്കല്ലേ? അതെ, ഇതേ നമുക്ക് അവന് നോക്കാമേ. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. എന്ത് ചെയ്യുന്നു? എവിടെ പോയെന്ന് അറിയില്ലല്ലോ. വേഗം വാ. അവനെ നോക്കാം. വേഗം വാ.
ഇവന് എന്തെടുക്കാൻ പോവാ? സജി, നീ എന്താടാ ഇത്? എന്താടാ നീ ഇങ്ങനെ ഇത് എന്ത് ചെയ്യാൻ പോവായിരുന്നു? ഞങ്ങൾക്ക് തെറ്റ് പറ്റി. എന്ത് ചെയ്യാൻ പറ്റി? ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി. അത് നിന്റെ പറയാനായിട്ട് വന്നതാ. നീ കാണിക്കാൻ തോന്നിട്ടുവാ? ഓരോ ദീപക്കെ എന്റെ പട്ടി ചാകും. യോ, ദൈവം തന്നിട്ടാണ് നമുക്ക് ജീവിതം. അത് ചുമ്മാ നമുക്ക് കളയാൻ പറ്റൂ? ഞാനേ ദേ ആ തക്കാളി മരം കണ്ടോടാ വളർന്നിരിക്കുന്നത്, അത് പറിക്കാൻ വേണ്ടി കേറിയതാടാ. അയ്യോ, നിങ്ങൾ എപ്പോ വന്നു? വാ, നമുക്ക് അവിടെ പോയിരിക്കാം. ഞങ്ങൾ ഇത് കണ്ട പേടിക്കത്തില്ലേ? നിങ്ങൾ വിചാരിച്ച് ഞാൻ ട്രെയിനകത്ത് ചാടി മരിക്കാൻ പോകുന്നല്ലേ? അയ്യോ, നിങ്ങൾ വന്നപ്പോ ഞാനങ്ങ് മറന്നുപോയി. പിന്നെ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ പെണ്ണ് സുന്ദരിയാണോ? അവൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, സുന്ദരിയായ ഒരു പെണ്ണെ കെട്ടാതെ അവൻ വിവാഹം കഴിക്കില്ല എന്ന്. സുന്ദരിയാണോടാ? വിജയന്റെ കണ്ണ് കണ്ടായിരുന്നു. വിജയൻ ഒരുപാട് കുടിച്ചിട്ടുണ്ട് കേട്ടാ. വിജയ, നീ ഒരുപാട് കുടിച്ചിട്ടുണ്ട്. എടാ, ഞാൻ കുടിച്ചോടെ ശരിക്കും. ദൈവത്തെ, ആഹാരം കഴിച്ചോടാ? ഭക്ഷണമൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്. ഞാൻ ഇന്ന് നിങ്ങൾ പോയ പിന്നെ തുള്ളി ഉറങ്ങിയിട്ടില്ല. ഞാൻ അമ്പലത്തിൽ പോയി നേർച്ച നിറഞ്ഞു. അത് നിങ്ങൾ നാലുപേരും വെള്ളമല്ലേ? വല്ലതും സംഭവിച്ചു എനിക്ക് ആരുമില്ല. എനിക്കിവിടെ കൂട്ടുകാരായിട്ട് നിങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, അവർക്കൊന്നും സംഭവിക്കില്ലേ ഭഗവാനൊന്നും. എന്തായാലും കുഴപ്പമൊന്നുമില്ല, എത്തിയില്ല. സജി, ഞങ്ങൾക്ക് തെറ്റുപറ്റിയടാ. ഞങ്ങളോട് ക്ഷമിക്കടാ. ഞങ്ങൾ എപ്പോഴും പറയും നീ ആണും പെണ്ണും കെട്ടവനാണെന്ന് ഞങ്ങൾ എപ്പോഴും പറയും. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായതാ, ഞങ്ങളാണ് ആണും പെണ്ണും കെട്ടത്, നീയല്ല. വല്ലയിടത്തും കിടന്ന നവാസിന് മനസ്സിലായി നിന്റെ നല്ല പ്രവൃത്തികൾ. പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കിയില്ലല്ലോടാ. ക്ഷമിക്കടാ. ഞങ്ങൾ 3 പേരും ആൾക്കാരാണ്. നിങ്ങൾ എന്താ ഇത്? ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. നിങ്ങളിതൊക്കെ തമാശ പറയുന്നല്ലേ. പിന്നെ വണ്ടി നിറക്കി വെച്ചെന്ന് വെച്ചാൽ ഞാനൊന്നും പറഞ്ഞില്ല. കാരണം അമ്പലപ്പുഴ എനിക്ക് നിങ്ങൾ 3 കൊല്ലം വേറെ ആരുമില്ല കൂട്ടുകാർ. പക്ഷെ നിങ്ങൾ എന്നോട് എന്ത് ചെയ്യുന്നാലും ഞാനെല്ലാം ഈശ്വരനോട് പറയും, എനിക്കൊന്നുമില്ല. നിങ്ങൾ 3 പേരല്ല, എനിക്ക് ആരുമില്ല. എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. പോട്ടടാ. വാ, വീട്ടിലെ ഇന്ന് ഇറച്ചിക്കറിയാ. വാ. അയ്യോ, നടന്നപ്പോ വൈകിട്ട് പോയി. അങ്ങോട്ടാണ് പോകേണ്ടത്.